നമസ്കാരം. വ്യത്യസ്ത ഇനം കടൽ മത്സ്യങ്ങളെ കണ്ടുകൊണ്ട് കടലിനടിയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ വേഗം പെരുമ്പാവൂരൊക്കെ പോരാ. ഇവിടെ ഒരു ഗംഭീരം മറൈൻ എക്സ്പോ നടക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളാണ് ഇനി. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതം മുതൽ മരണം വരെയുള്ള കഥകളാണ് ഈ എക്സ്പോയുടെ ആദ്യ ഭാഗത്ത് പറയുന്നത്. മറൈൻ എക്സ്പോയുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം ഈ കാണുന്ന അണ്ടർ വാട്ടർ ടണൽ തന്നെയാണ്. നല്ലൊരു മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രദർശനം വന്നത് നമുക്കെല്ലാവർക്കും കാണുവാനും കുട്ടികൾക്കൊക്കെ കണ്ടിട്ട് മനോഹരമായിട്ട് ഒരു വ്യൂ നൽകി. അതിന് ഒരു ഇതിനോട് നല്ല താങ്ക്സ് ഉണ്ട്. അടിപൊളിയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമായിരുന്നു. നമുക്ക് ഒരു സീയുടെ അണ്ടറിൽ നമ്മൾ പോയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. കുറേ നല്ല വെറൈറ്റി മീനുകളൊക്കെ കാണാൻ പറ്റി. നല്ലതാണ്. നല്ലായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലായിരുന്നു, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. മറൈൻ എക്സ്പോയുടെ വിശേഷങ്ങളുമായി ഇപ്പോൾ മറൈൻ എക്സ്പോയുടെ മാനേജറായിട്ടുള്ള പ്രഭാകരൻ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? പെരുമ്പാവൂരിൽ തന്നെ ഇത്രയും വലിയൊരു എക്സ്പോ ആദ്യമായിട്ടായിരിക്കും. പെരുമ്പാവൂരിൽ വരാൻ കാരണമുണ്ട്. കാരണം ഇതിനിപ്പം ഈ ഫെബ്രുവരിയിൽ എക്സാം തുടങ്ങിയതാണ്. എക്സാം തുടങ്ങുന്നത് വെച്ചാൽ നമ്മുടെ മലയാളീസ് പൊതുവേ ലിറ്ററസി കൂടുതലായതുകൊണ്ട് പരീക്ഷയിൽ വളരെ തുച്ഛമായ കുട്ടികളെ വരൂ. അപ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യൻസിൽ വളരെ കൂടുതലുണ്ട്. ആസാമീസ് ഉണ്ട്, ബംഗാളീസ് ഉണ്ട്, മറ്റുള്ള സംസ്ഥാനക്കാരുണ്ട്. അവർക്ക് പരീക്ഷയായിട്ടൊരു ബന്ധമില്ല. ഇതിനകത്ത് ഒരു അണ്ടർ വാട്ടർ ടണലാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്റ്റീവ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയാം. അണ്ടർ വാട്ടർ ടണൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ എക്സ്പോ ആണ്. ആദ്യം അത് ഗ്ലാസ് കൊണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അക്രോളിക് ഷീറ്റ് ഗ്ലാസ് അക്രോളിക് കൊണ്ടുള്ള ടണലാണ്. അപ്പോൾ അതിന് കൂടുതൽ സൗകര്യങ്ങളുണ്ട്, കൂടുതൽ മത്സ്യങ്ങളിലൂടെ ടോട്ടൽ AC ആണ്. അപ്പോൾ അത് പബ്ലിക്കിന് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് പരീക്ഷയും വിട്ടിട്ടും ജനങ്ങൾ വരുന്നുണ്ട്. എത്രത്തോളം മത്സ്യങ്ങളുണ്ട്, എത്രത്തോളം വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്? വെറൈറ്റീസ് 200-300-ലധികം വെറൈറ്റീസ് ഉണ്ട്. കൂടുതൽ മത്സ്യങ്ങളുണ്ട്. നല്ല നല്ല കുട്ടികൾക്കുള്ള 10-15 മിനി റൈഡ്സ് ഉണ്ട്, വലിയവർക്കുണ്ട്, കമേഴ്ഷ്യൽ സ്റ്റോളുകളുണ്ട്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കമേഴ്ഷ്യൽ സ്റ്റോളുകളുണ്ട്, ഫുഡ് കോർട്ട് ഉണ്ട്. മൊത്തം നോക്കിയാൽ ഒരു കുടക്കീഴിലാണല്ലോ ഉള്ളത്.
അതായത് മൊത്തത്തിലൊരു വിജ്ഞാനവും ഒപ്പം വിനോദവും എല്ലാം കൂടെ ഇടകലർന്നിട്ടുള്ള ഒരു എക്സിബിഷൻ എന്ന നിലയിലേക്ക്. തീർച്ചയായും തീർച്ചയായും. എത്രാം തീയതി വരെയാണ് നമ്മൾ ഒരുക്കിയത്? ഇവിടെ നമ്മൾ 10ാം തീയതി സ്റ്റാർട്ടായത്, ഫെബ്രുവരി 10-ന്. മാർച്ച് 10 ആകുമ്പോഴേക്ക് ഇത് ക്ലോസ് ആവും.